ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാരോ മിത്ര. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈൽ റീഡിംഗ് ആണ്. ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്, പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. നിങ്ങൾ ഡീപ്പായിട്ടൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിന് ശേഷം ഈ പൈലിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്ത ശേഷം ഈ പൈലിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് പൈലിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ഏത് പൈലാണ് നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്, ആ ഒരു പൈല് ചൂസ് ചെയ്യുക. പൈൽ നമ്പർ 1 ആണോ പൈൽ നമ്പർ 2നോടാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു പൈല് ചൂസ് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോ മുന്നോട്ട് കാണാം. ഓക്കെ, ഇത് പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത റീഡിംഗ് ആണ്. ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്ന സൈനോ സോഴ്സിൻ്റെ എനർജിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി കാർഡ്സൊക്കെ നമുക്ക് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ 2 കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചാരിയോറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ദ വീൽ എന്ന കാർഡ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ദി സൺ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇത്രയും കാർഡാണ് നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിന് പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, സ്റ്റാറ്റസ് കാര്യം, സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളിപ്പം ഒരുപാട് നാളുകളായിട്ട് ഒരു ലോങ് ടൈം ആയിട്ട് അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണ്. ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതായതിൻ്റെ മെയിൻ കാരണം അവരെന്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി, എന്തുകൊണ്ട് അവരെല്ലാം എൻഡാക്കി പോയി എന്നൊരു കാരണം പോലും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ആകെ സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഇപ്പം ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഇൻ കേസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലായിടും സ്റ്റക്കായി പോകും. അതേപോലെ തന്നെ അവരെ പിരിയാൻ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല. ഇവിടെ ഒരുപാട് പേര് കാരണം അറിയാതെ വേദനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു ഗുഡ് ബൈ പറയാതെ, അല്ലെങ്കിൽ നിങ്ങളോടൊരു വഴക്കോ പ്രശ്നമോ അങ്ങനെ ഒരു കാരണങ്ങളും ഒരു റീസണും ഉണ്ടാവാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെന്തെങ്കിലും തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. കാരണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കുന്ന മെമ്മറീസ്, നിങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്, ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗുഡ് മെമ്മറീസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ഗുഡ് മെമ്മറീസ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു വ്യക്തി കണ്ടുമുട്ടിയപ്പം നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് യൂണിവേഴ്സായിട്ട്, ഏഞ്ചൽസായിട്ട് നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ഒരിക്കലും പിരിയത്തില്ല, അത്രയും സ്ട്രോങ് ആയിട്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയും നിങ്ങളെ ഒരിക്കലും നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഇരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും ചതിച്ചിട്ടില്ലായിരുന്നു. അവരത്രയും സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ ആയിരുന്നു നിങ്ങളെ കൊണ്ട് നടന്നിരുന്നത്. അത്രയും നിങ്ങളുടെ കാര്യങ്ങൾ കെയർ ചെയ്യുകയും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് അവർക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. അവരെന്തുകൊണ്ട് മാറി, എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോയി. പലർക്കും ഇവിടെ കാണാൻ പറ്റുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അവരോട് കാരണം പോലും ചോദിക്കാൻ പോലും പറ്റുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ മാറിപ്പോയെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സൺ മാറിപ്പോകാനുള്ള വ്യക്തമായ കാരണം എന്താണെന്നോ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു എനർജി ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഇവിടെ റീസൺ അറിയാത്തതിൻ്റെ പേര് ഒരുപാട് രീതിയിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ആയതുപോലെ കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഉറപ്പായിട്ടും ആ വ്യക്തിയിലൊരു മാറ്റം വരാൻ കാരണം ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ആളുടെ ലൈഫിലേക്ക് കയറി വന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചതും. ആ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം ആ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ വിട്ടുകൊടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സണിനെ നോക്കുന്ന സമയത്ത് ആൾ വളരെയധികം ജെന്യുവനായിട്ടൊരു വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യാനും ആളൊരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് കാര്യവും ചെയ്തിട്ടായാലും അത്
ആൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ പോലൊരു വ്യക്തി ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് എനർജിയാണ് ആ വ്യക്തിക്കുള്ളത്. അതേപോലെ നിങ്ങളുടെ ലൈഫിന് ഒരുപാട് നിങ്ങൾ മാറ്റം ഉണ്ടാക്കി തന്ന നിങ്ങളുടെ ക്യാരക്ടറിനെ ആയാലും, അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇവിടെ പലരുടെയും ലൈഫ് കാണുന്ന സമയത്ത് ബിഗ് സീറോ നിന്നൊരു ലൈഫായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതിലേക്ക് ലൈഫിലേക്ക് ഒരു ലൈറ്റ് എനർജി, ഒരു പ്രകാശമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾക്കിനി ഒരിക്കലും ഈ വ്യക്തിയോട് നിങ്ങൾ പ്രണയിച്ച പോലെ, ഈ വ്യക്തിയായിട്ടൊരു ജീവിതം ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇത്രയധികം ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയധികം സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഈ വ്യക്തി അതൊന്നും നിങ്ങളുടെ കാര്യത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തി എങ്ങനെ മാറിപ്പോയി, എന്തുകൊണ്ട് മാറിപ്പോയി, ഇതിൻ്റെ എക്സാക്റ്റ് ഒരു കാരണം എന്ന് പറയുന്നത് പോലും ആ തേർഡ് പേഴ്സൺ വന്നത് കൊണ്ടാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും അവരിലേക്ക് അടുപ്പിക്കുക ചെയ്തത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹവും കെയറിങ്ങും, നിങ്ങൾ അവരെത്രത്തോളം ആ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം അവരോട് സാക്രിഫൈസ് ചെയ്തിട്ട്, നിങ്ങൾ പലരെയും അവോയ്ഡ് ചെയ്തിട്ട്, പലരും ഈ ഒരു ബന്ധത്തിൽ നിന്നും ഇഷ്ടമല്ല, മേ ബി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന വ്യക്തികളായിരിക്കാം, പലരും ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർത്തിട്ട് പോലും അവരുടെ വാക്കുകളൊന്നും പരിഗണിക്കാതെ, അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് അതോർത്ത് ഒരുപാട് കുറ്റബോധമുണ്ട്. നിങ്ങൾ ആ എടുത്ത തീരുമാനം ആലോചിച്ച് നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയെ വിട്ടുപിരിയാനോ പറ്റുന്നില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും, എത്ര ജന്മങ്ങൾ വേണമെങ്കിലും, അല്ലെങ്കിൽ എത്ര നാൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാനും തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ആളിപ്പം പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയുടെ ഒരു വലയത്തിലാണോ ഉള്ളത്. സോ ആ തേർഡ് പാർട്ടി പോവാതെ, അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ആ തേർഡ് പാർട്ടിയിൽ നിന്നൊരു ഡിസ്റ്റൻസ് വരാതെ ഒരിക്കലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇതിനു മുന്നേ ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അവരമ്മി ഉണ്ടായിരുന്നു, എത്ര വർഷങ്ങളായിട്ടുള്ളയും ഒക്കെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷനായിരുന്നു നിങ്ങളുടെ വ്യക്തിയായിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ പരിഗണിക്കുന്നില്ല. കാരണം അവിടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും കടത്തിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ ഒരു കാര്യത്തിനും ആ തേർഡ് പാർട്ടിയുടെ പേഴ്സൺ സമ്മതിക്കുന്നില്ല. കാരണം അവർക്കറിയാം നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന്. പിന്നെ തേർഡ് പാർട്ടിയായി നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കിട്ടില്ല എന്നൊരു കാര്യം തേർഡ് പാർട്ടിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ടുള്ള ആൾ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത്. കാരണം ആളെ ഫുൾ കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു രീതിയിൽ ആ ഒരു തേർഡ് പാർട്ടി പോവാതെ ഒരിക്കലും വരില്ല. കാരണം എഗെയിൻ കൺഫർമേഷൻ നമ്മൾ കാർഡ്സിനകത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. തേർഡ് പാർട്ടി ആരുടെ ലൈഫിൽ നിന്ന് പോവാതെ ഒരു കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കത്തില്ല എന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നിങ്ങളോട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയും ആ തേർഡ് പാർട്ടിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റെമഡീസോ മറ്റ് കാര്യങ്ങളോ ചെയ്യേണ്ടതാണ് കേട്ടോ. സോ അതിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ, ലൈക്ക് റോബോട്ടിക് അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാം, മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മന്ത്രാസ് യൂസ് ചെയ്യാം. സോ അങ്ങനെയൊക്കെയാണ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണെ ഒഴിവാക്കാവുന്നതാണ്. സോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് ബ്ലാക്ക് മാജിക്കോ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അത് ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾക്ക് നല്ലതായിരിക്കത്തില്ല. നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് ഒരുപാട് നാളിലേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഒരു കർമ്മ എനർജി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് ആരും ബ്ലാക്ക് മാജിക്കോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. അതൊന്നും ഒരിക്കലും നല്ലതല്ല. സോ ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് ബന്ധപ്പെട്ട റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. സോ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഓവറോൾ ചെക്ക് ചെയ്യുമ്പോൾ എനർജി നോക്കിയ സമയത്ത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഇമേജാണ് ആളുടെ മനസ്സിലുള്ളത്. കാരണം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് പോലും ലൈക്ക് നിങ്ങളുടെ ആ ഒരു കംപ്ലൈൻറ്റിങ് നേച്ചർ, അതായത് നിങ്ങൾ അവർ എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തി. ഇപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളെ കാണാൻ വരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, നിങ്ങൾ അവരെ ഒട്ടും പ്രയോറിറ്റി ആയിട്ടില്ല. അങ്ങനെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറ്റപ്പെടുന്ന ക്യാരക്ടർ അവർക്ക് അത് മതിയായി. അവർക്ക് ഈ
റിലേഷൻഷിപ്പ് എങ്ങനെയും അവസാനിപ്പിച്ചാൽ മതി. അവർക്ക് ടോട്ടലി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. സോ അവർക്ക് എങ്ങനെയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മതി എന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സത്യങ്ങൾ നിങ്ങളിൽ നിന്ന് അവർ ഹൈഡ് ചെയ്തിട്ടാണ് നിന്നത്. സോ നിങ്ങളായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവർ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ അവരെ യൂസ് ചെയ്യുമായിരുന്നു. അവരെന്തൊക്കെയോ നിങ്ങളുടെ സ്വയം നേട്ടങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെ യൂസ് ചെയ്യുമായിരുന്നു. അവർക്ക് അവരുടെ ഫീലിങ്സോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ ഇപ്പം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു ഫെയില്യൂറാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവർക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് എല്ലാം അവർക്ക് എൻഡപ്പായി, അതായത് എല്ലാം കംപ്ലീറ്റ് ആയി എന്നൊരു ഫീലിംഗ് ആണ് അവർക്കിപ്പം തോന്നുന്നത്. നിങ്ങളായിട്ട് ഇനി അവർക്കൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ഇനി അവർക്കൊന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, എല്ലാം അവർ ചെയ്തു എടുത്ത് എൻഡ് ആയിട്ടുണ്ട്, ഒരു കാര്യങ്ങളും അവർക്ക് ഫോളോ ചെയ്യാനില്ല എന്നൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഇനി തിരിച്ച് വന്നാൽ നിങ്ങൾക്ക് അതൊരു വേദനയുള്ള കാര്യമായി മാറും. അതായത് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അവർ വിട്ടു പോയിരുന്നു, നല്ല ഹാപ്പി മൊമെൻറ്റ് തന്നു. സോ എഗെയിൻ അവർ തിരിച്ചു വരുന്ന സമയത്ത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് വേദനയും വിഷമം തരുന്നൊരു മൊമെൻറ്റായി മാറും എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സണിവിടെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള യാതൊരു ചാൻസ് ഇവിടെ കാണും. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയും ചെയ്യുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അത് നിങ്ങളോട് ചെയ്യുന്നൊരു തെറ്റായിപ്പോവും, ഒരു ചതിയായിപ്പോവും, നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് വേദനിക്കേണ്ടിയൊക്കെ വരും എന്നൊരു കാര്യമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫയൽ നമ്പർ 2 ചൂസ് ചെയ്ത റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് വാൻസിൻ്റെ എനർജി ആണ്. നെക്സ്റ്റ് കാർഡ് ക്യൂർ ഓഫ് വാൻസിൻ്റെ എനർജി ആണ്. ഇവിടെ വാൻസിൻ്റെ എനർജി ആണ്. ലൈക്ക് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് വാൻസിൻ്റെ എനർജി തന്നെയായിരുന്നു വന്നിരിക്കുന്നത്. സോ ഇവിടെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വാൻസിൻ്റെ എനർജി ആണ്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് സോഴ്സിൻ്റെ എനർജി ആണ്. ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ്, ദ എംപ്രസിൻ്റെ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ചാരിയോട്ടിൻ്റെ എനർജി. സോ ഇത്രയും കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പൈൽ 2 ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കാർഡ്സ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് അവരുടെ തോട്ട്സ് എന്നൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ മാസ്റ്റർ കാർഡ്സ് വാൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. സോ അവരാണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എഫേർട്ട്, സാക്രിഫൈസ്, ഇതെല്ലാം അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു ബിഗ് സർപ്രൈസ് ആയിട്ട് അവർ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അവർ നടത്തുവാണ്. സോ മേ ബി വിത്തിൻ ഒരു 3 വീക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരാനുള്ളൊരു ഹൈ പോസിബിലിറ്റി ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൈൽ 2 കിട്ടിയൊരു റീഡിങ് ഒന്നും കൂടെ കേട്ട് നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് അഫർമേഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. സോ അഫർമേഷൻ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കാം. അഫർമേഷൻ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഒന്നും കൂടി വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നിങ്ങളുടെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു ടൈമിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണുടെ കറൻറ്റിൽ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്കിടയിൽ നോക്കുന്ന സമയത്ത് ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം നിങ്ങൾ തമ്മിൽ എന്ന് സെപ്പറേറ്റ് ആയോ അന്ന് മുതൽ ആ പേഴ്സൻ്റെ ലൈഫെല്ലാം റിവേഴ്സ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് മുതൽ ആ പേഴ്സൻ്റെ ജീവിതം അവസാനിച്ചു. അതായത് അവരുടെ സന്തോഷങ്ങൾ, സമാധാനം, അവർക്ക് അത്രയും നാൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരുന്നു, എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ, ആ നേടിയെടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോഴേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയപ്പോഴേക്ക് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരാദ്യം അതൊന്നും മനസ്സിലാക്കിയില്ല. ആദ്യം അവരുടെ ലൈഫിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അവർക്കൊരു സമാധാനമില്ല, അവരെന്തെല്ലാം അവർക്ക് സന്തോഷം തന്നിട്ടുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ അവർ എൻഗേജ് ആയാലും അവർക്ക് അതിലൊന്നും തന്നെ യാതൊരു
ഇതും ഉണ്ടാവുന്നില്ല. അവർക്ക് ഒട്ടും ഒരു നോർമൽ ലൈഫിലൂടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് വൈകിയാണ് അവർ തിരിച്ചറിഞ്ഞത് ഇതിൻ്റെ എല്ലാം എക്സാക്റ്റുള്ള കാരണം നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് തിരിച്ചറിയാൻ അവരൊരുപാട് വൈകിപ്പോയി. അവരൊരുപാട് ടൈം എടുത്തു നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ടൈം എടുത്തു എന്നൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. സോ ഇതുകൊണ്ട് നിങ്ങളോട് ഇനി വരുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ അമ്മ മീറ്റ് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ വളരെ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് മറ്റ് ഒരുപാട് വ്യക്തികളോട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഇവിടെ കാണുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൂടാതെ മറ്റ് വ്യക്തികളെ കാണാൻ പോവുക, അവരോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു നേച്ചറും ബിഹേവിയറൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ പേഴ്സൺ ഒരു വ്യക്തി തന്നെ ഉറച്ച് നിൽക്കുന്ന ഇഷ്ടമല്ല. അവർക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എത്രയൊക്കെ ആൾക്കാർക്ക് ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം പ്രയോറിറ്റിയും കാര്യങ്ങളും കൊടുത്താൽ നിങ്ങളുടെ കാര്യത്തിൽ അവരൊട്ടും തന്നെ പ്രയോറിറ്റി തന്നിട്ടില്ലായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന പ്രയോറിറ്റിയുടെ ഒരു അംശം പോലും നിങ്ങളുടെ കാര്യത്തിൽ തരുന്നില്ലായിരുന്നു. നിങ്ങളത് എപ്പോഴും ചോദിച്ചു വാങ്ങണം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായാലും വിളിക്കാനായാലും കാണുന്ന കാര്യമായാലും എല്ലാം നിങ്ങളായിരുന്നു എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു എഫേർട്ടും എടുത്തിട്ടില്ലായിരുന്നു. അവർ ഒരു ചുമ്മാ ഒരു ലാഘവത്തോടെ എന്തൊക്കെയായാലും നിങ്ങൾ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് നിർത്തി പോവില്ല, അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, അവർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, അവർക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ജെന്യൂനായിട്ട് നിൽക്കാനോ ഒന്നും ആഗ്രഹമില്ല. പലരുടെ റിലേഷൻഷിപ്പ് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു സെക്കൻഡോ തേർഡ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. കാരണം അതിനു മുന്നേ പാസ്റ്റ് നടന്നിട്ടുള്ള റിലേഷൻഷിപ്പിലെല്ലാം തന്നെ അവർ വളരെയധികം കമ്മിറ്റ്മെൻറ്റായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് വളരെയധികം ചതിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി കൊടുക്കാതിരുന്നത്. പക്ഷെ അത് കൊടുക്കാതിരുന്നത് അവർക്ക് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഒരു വ്യക്തിയെപ്പോലല്ല മറ്റെല്ലാ വ്യക്തികളും എന്നൊരു കാര്യം അവർ മനസ്സിലാക്കിയില്ല എന്നൊരു കാര്യമാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നിമിഷം മനസ്സിലാക്കുന്നുണ്ട്. കർമ്മ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. അതായത് കർമ്മ മനസ്സിലാക്കി കൊടുത്തു നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ അവരെ നഷ്ടപ്പെടുത്തേണ്ട കാരണം, അങ്ങനെ കർമ്മ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളുടെ പേഴ്സിന് മനസ്സിലാക്കി കൊടുത്തു എന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്തതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പം നിങ്ങൾ വേണം. എന്ത് ത്യാഗം ചെയ്തിട്ടായാലും നിങ്ങളുടെ കാല് വന്ന് പിടിച്ച് കരഞ്ഞിട്ടായാലും നിങ്ങൾ അവരെ എങ്ങനെ ആഗ്രഹിക്കുന്നു, അവരെ എപ്പോഴും വിളിക്കണം, നിങ്ങൾക്ക് പ്രൈവറ്റ് ചേർന്ന് കാണാൻ വേണ്ട, നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവർക്കിപ്പോൾ ഒന്നിനും കോൺസെൻട്രേറ്റ് അല്ല. അവർ വർക്കിലോ അവരുടെ ഫിനാൻസിലോ വെൽത്തിലോ ഒരു കാര്യങ്ങളും അവർ കോൺസെൻട്രേറ്റ് അല്ല. ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടിവിടെ കാണുന്നത്. അത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സ്പിരിച്വലായിട്ടുള്ള പല മെത്തേഡ്സും നിങ്ങൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന നിർത്തിയിരിക്കുന്നതാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മതിയായി, നിങ്ങൾ ഒരുപാട് ട്രൈ എടുക്കുകയൊക്കെ ചെയ്തു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും യാതൊരു ഇതും നിങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ അവരാണ് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണം. അവർക്കിപ്പം കഴിയാത്ത മറ്റൊരു വ്യക്തിയോട് അവർക്ക് യാതൊരു ഫീലിങ്സോ കാര്യങ്ങളോ തോന്നുന്നു. നിങ്ങളോട് അത്ര അഡിക്റ്റായൊരു എനർജിയാണ്. അത് ഫിസിക്കലി ആയാലും നിങ്ങളുടെ ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും അവർ ഭയങ്കര അഡിക്റ്റായി നിൽക്കുകയാണ്. അവർക്ക് ഇത്രയുടെ അഡിക്ഷൻ മറ്റൊരു കാര്യങ്ങളിലേക്കും ഇല്ല. അവരുടെ ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണിലൂടെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് അവർ നിൽക്കുന്നത്. സോ എന്ത് ത്യാഗം സഹിച്ച് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരു 6 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 3 വീക്സിനുള്ളിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തെന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ ഫീലിങ്സ് നോക്കിയ സമയത്ത് വളരെ പോസിറ്റീവായിട്ടൊരു ഫീലിങ്സാണ് വന്നിരിക്കുന്നത്. സോ അവർക്ക് ഫസ്റ്റ് വന്നൊരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു ലെസൺ പഠിപ്പിക്കണമെന്നായിരുന്നു അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ലെസൺ പഠിച്ചിരിക്കുന്ന അവരാണ്, ഒരു കാർമിക് സിറ്റുവേഷനിലൊക്കെ പോയിരിക്കുന്ന അവരാണ്. നിങ്ങൾ ലെസൺ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ചായി പോയത്, മാറിപ്പോയെങ്കിലും പക്ഷെ അവരാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ ലെസൺ അവരുടെ ലൈഫിൽ പഠിച്ചിരിക്കുന്നതെന്നാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ അവർ ഡൗട്ട് അടിക്കുന്നില്ല. നിങ്ങൾ ഒരു സമയത്ത് അവർ ഡൗട്ട് അടിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ ഈ
ടൈം പീരീഡിൽ നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളോട് തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഒരുപാട് അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനൊരു ഇരയാവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആവശ്യമില്ല സംശയിക്കുക എടുക്കുകയൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളായിട്ട് വീണ്ടും പ്രണയത്തിലാവണം, വീണ്ടും നിങ്ങളായിട്ട് പ്രണയത്തിലാവണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു നിങ്ങൾ അവരോടൊരു വിഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നൊരു വിഷ് എന്നാൽ നിങ്ങളായിട്ടൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോയി ഇനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കത്തില്ല, കരയിക്കത്തില്ല, നിങ്ങളെ ഇട്ടേച്ച് ഒരിക്കലും പോവില്ല എന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അതേപോലെ നിങ്ങളിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ സത്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തതിന് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഈ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്, യൂണിവേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ്, നിങ്ങൾ ഒരുമിക്കേണ്ട വ്യക്തികളാണ്, നിങ്ങൾ സോൾമേറ്റ്സോ ട്വിൻ ഫ്ലെയിം ഉള്ളവരാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഫീലിങ്സ് ഒന്നും അവർക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാനോ ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നൊരു കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത്. പകൽ നമ്പർ 2 ചൂസ് ചെയ്ത റീഡിങ് ഇതാണ്. സോ നെക്സ്റ്റ് ഒരു കാര്യം ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സൺ റീഡിങ് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സ്പെല്ലും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്പെല്ലെന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ പ്രെയർ ആണ്, ഒരു ഏഞ്ചലിൻ്റെ ഒരു പ്രെയർ ആണ് സ്പെല്ലെന്ന് പറയുന്നത്. സോ സ്പെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഓഫറുണ്ട്. 2 സ്പെല്ല് നിങ്ങൾക്ക് ഒരു റേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു സ്പെല്ല് മാത്രമേ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ, ഒരു സ്പെല്ലിൻ്റെ റേറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് 2 സിറ്റുവേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്, നിങ്ങളുടെ പേഴ്സണായിട്ട് റിയൂണിയൻ വേണം. അപ്പോൾ ഇത് 2 സിറ്റുവേഷനാണ്. ഇതിൻ്റെ 2 സ്പെല്ലായിരുന്നു വേണ്ടി വന്നിരുന്നത്. സോ ഈ 2 സ്പെല്ല് നിങ്ങൾക്ക് ഒരു റേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റീഡിങ്ങിൽ ഇപ്പോൾ ഓഫറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. സ്പെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് അയച്ച് ബുക്ക് ചെയ്ത ശേഷം ബാക്കി പേയ്മെൻറ്റ് 1 വീക്കിനുള്ളിൽ ചെയ്താലും മതി. അങ്ങനെയുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ 24 hours ഇവിടെ ടൈമിംഗ് പറയുന്ന റീഡിങ്ങിന് വേണ്ടിയിട്ട്. സോ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റീഡിങ്ങിൽ ഓഫറുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ആർക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.